ഇതൊക്കെ ശരിക്കും നിനക്ക് അറിയുന്നതാണോ? അല്ലാണ്ട് പിന്നെ ഇങ്ങനെ കലാതിലകം കിട്ടാ. ഈ കൂട്ടത്തിലൊരു കലാതിലകം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. വൈക്കൊന്ന് കലാതിലകത്തിന് കൊടുക്കൂ. എങ്ങനെയുണ്ടായിരുന്നു വൈഗ നമ്മുടെ ഫിലിമിൽ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? കുറെ അഭിനയാണെങ്കിലും കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ കലാതിലകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐറ്റം വെച്ച് കലാതിലകം ആവാൻ പറ്റില്ലല്ലോ, ഒരുപാട് ഐറ്റംസ് ചെയ്യണം. അപ്പോൾ വൈഗയുടെ മെയിൻ പരിപാടികൾ എന്തൊക്കെയാണ്? ഡാൻസ് ഉണ്ട് ഒന്നെന്ന് എനിക്കറിയാം. ഡാൻസ് തന്നെ. സോ ആക്ച്വലി എങ്ങനെ ഇത് ഇവളിങ്ങനെയല്ല. കല്യാണത്തിന് വന്ന പോലെ അവിടെ വന്ന തന്നെ കല്യാണത്തിന് വന്ന പോലെ വന്നേ. ഉള്ള മേക്കപ്പ് സെറ്റപ്പ് കംപ്ലീറ്റ് സെറ്റ് ആക്കിയിട്ടാ വന്നേ. എന്നിട്ട് ചുളിയാതെ ചിരിക്കാതെ ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് ഇപ്പൊ എടുക്കും ഒരു ഇംഗ്ലീഷും. ചേച്ചി നമ്മൾ ഗേൾസ് ആകുമ്പോ സ്റ്റൈല് മാറുമ്പോ വേ ഓഫ് ടോക്കിംഗ് മാറില്ല. അല്ല അപ്പൊ സോ കറക്റ്റ് ഒന്ന് ട്യൂൺ ചെയ്തിട്ട് പറയൂ. സത്യം പറഞ്ഞാൽ 7 ഐറ്റത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം മാക്സിമം. അപ്പോൾ ഡാൻസ്, മോഹിനിയാട്ടം, കൂച്ചിപ്പുടി, പിന്നെ ഗ്രൂപ്പ് ഐറ്റംസ്, 1 ആക്ട് പ്ലേ, തിരുവാതിര, പിന്നെ ഇംഗ്ലീഷ് സ്റ്റേഷൻ, ഇംഗ്ലീഷ് വേഴ്സിഫിക്കേഷൻ. അയ്യോ എനിക്ക് തന്നെ ഓർമ്മ വരുന്നില്ല. അതെ, എനിക്ക് തോന്നുന്നു ഇല്ലാത്തത് പറയായിരിക്കും എളുപ്പം. എല്ലാം ഉണ്ടല്ലേ. ആ പിന്നെ വാട്ടർ കളറിംഗ് ഉണ്ട്. അപ്പൊ ഡ്രോയിങ് ഉണ്ട്, ഡാൻസ് ഉണ്ട്, ആക്ടിങ് ഉണ്ട്, ഇനി മ്യൂസിക് ഉണ്ടെന്ന് തോന്നുന്നു. പിയാനോ മറ്റോ എന്താ പരിപാടി ഉണ്ടല്ലോ. അപ്പൊ അതുമായി ഇല്ലാത്ത എന്തെങ്കിലും കഴിവുണ്ടോ ഇനി പുതുതായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുള്ള? എനിക്ക് കൊറേ ഉണ്ടല്ലോ, ഇനിയും ആർട്സ് ഉണ്ടല്ലോ. ഇതൊക്കെ ശരിക്കും നിനക്ക് അറിയുന്നതാണോ? അല്ലാണ്ട് പിന്നെ ഇങ്ങനെ കലാതിലകം കിട്ടാ. ശരിക്കും അത്ര വൈകിട്ട് ഇപ്പൊ +2 അല്ലേ? കഴിഞ്ഞു +2 കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ഫിലിമിൽ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയും? ഇവരുടെ ഒക്കെ കൂടെ ഏറ്റവും കുഞ്ഞു കുട്ടിയായിട്ട് അല്ലേ? 4 വർഷം മുമ്പും +2 തന്നെയായിരുന്നു. നമ്മൾ യങ് ആണ്. അയ്യോ എവിടെയായിരുന്നു നമ്മൾ? എന്താ ചോദിച്ച എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ഞാനെപ്പോഴും എൻ്റെ ഫാമിലിയിലത്തെ ഏറ്റവും ചെറിയ കൊച്ചാണ്. അപ്പം എനിക്ക് പാമ്പേർഡ് ആവാൻ ഭയങ്കര ഇഷ്ടം. അപ്പം ഇവരെല്ലാവരും ഇല്ല. പിന്നെ ഒറ്റ ഏറ്റവും ചെറിയ ഞാൻ ഏറ്റവും വലിയ കൊച്ചെന്ന് അതല്ല കസിൻസ് വെച്ച് നോക്കുമ്പോ എല്ലാ സൈഡും പോയി. അതിൽ ഒരു കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ലൊക്കേഷനിൽ നമ്മുടെ അങ്ങനെ വിളിക്കുക അതറിയാലോ. മൊത്തത്തിൽ എല്ലാവരും ജാനഭാഗമായിട്ടും പനോറ് അതിൻ്റെ ബീക്കിരി എന്നല്ലാണ്ട് എന്താ വിളിക്കുക? കഥാപാത്രം ഒരു ബീക്കിരി എന്നൊക്കെ വിളിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഫാമിലി വൈഗ ലൊക്കേഷനിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പരിപാടി എന്താ അറിയാം? ഒരു ബാഗ് ഈ ബാഗിനകത്ത് നിന്ന് ഒരു 2-3 പാത്രങ്ങൾ പുറത്തേക്ക് എടുക്കും. ഒരെണ്ണത്തിൽ നിറച്ച് കാഷ്യൂന്, അണ്ടിപ്പരിപ്പ്, കുറേ മുന്തിരിങ്ങ, ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ വൈഗ വരിക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം നോക്കുന്നത് വൈഗയുടെ അമ്മ വരുന്നുണ്ടോ എന്നുള്ളതാണ്. ആ ബാഗിനകത്താണ് ഇത് മൊത്തം ഇരിക്കുന്നത്. പിന്നെ നോക്കലാ പണി. ഇപ്പൊ തുറക്കുമല്ലോ അല്ലേ, ആ പ്രതീക്ഷയിലായിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മാറിപ്പോയില്ല. അമ്മയെ കൊണ്ടുവരുന്നത്. അതെ, എന്നിട്ട് പിന്നാലെ കടന്ന് കൊടുക്കും. നമ്മൾ അതിന്റെ പിന്നാലെ നടക്കും. അതെ. പക്ഷേ കാണിച്ചിട്ട് പോലും കൃഷ്ണനെ നമുക്ക് ലൊക്കേഷനിൽ പിടിച്ചു നിർത്താൻ പറ്റിയിട്ടില്ല.